ഡോക്ടർ യു ഡി എഫിന് വേണ്ടി ഒരു ഗ്രീൻ ആർമി ഇവിടെ ഒരു MLA-യുടെ നേതൃത്വത്തിൽ അവർ ഈ പ്രത്യേകിച്ച് ഈ മുസ്ലിം വീടുകളിലൊക്കെ കയറി ഇറങ്ങി ലഘുലേഖകളൊക്കെ കൊടുത്ത് വോട്ടുകൾ മൊത്തത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം അത് BJP സംസ്ഥാന അധ്യക്ഷൻ 2 ദിവസമായി ഉന്നയിച്ചിട്ട് അതിനൊരു മറുപടിയൊന്നും കിട്ടിയിട്ടില്ല. അല്ല, BJP സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നില്ല പറയാലോ. അല്ല, എന്താണ് അങ്ങനെ ഒരു സംഭവം അങ്ങനെയില്ല, അങ്ങനെ ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. അല്ല, അത്തരത്തിൽ ഗ്രീൻ ആർമി എന്ന് പറയുന്നത് UDF-ന്റെ അഭിവാജ്യ ഘടകമാണ് മുസ്ലിം ലീഗ്. അപ്പൊ മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്തി എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമുള്ള ആളുകളായിരുന്നു രണ്ടു കൂട്ടരും. നോട്ടീസ് അടിച്ച് ഞാനിപ്പോ കാണിച്ചു തരാം. ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ, ചെയ്ത പോലെ ചെയ്യണമെന്ന് നോട്ടീസ് അടിച്ചത്. സ്ത്രീ എന്ന പരിഗണന കൊടുക്കണം. ഇങ്ങനെ കടന്നാക്രമിക്കരുത്. അത് മതി. ഇങ്ങനെ കടന്നാക്രമിക്കാതെ ഒന്ന് പറയട്ടെ. രണ്ടു കൂട്ടക്കാരുടെയും എന്താണ് അവരുടെ ആവശ്യം എന്ന് മനസ്സിലായല്ലോ, എന്താണ് അവരുടെ ഭയം എന്ന് മനസ്സിലായല്ലോ. ഞങ്ങൾ ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് RSS-ന്റെ വർഗീയവാദികളുടെ വോട്ട് വേണ്ട, SDPI-യുടെ വർഗീയവാദികളുടെ വോട്ട് വേണ്ട. LDF പറഞ്ഞു PDP-യുടെ വോട്ടുകൾ വേണം, PDP-യുടെ വോട്ടുകൾ വേണം. ഒരു വർഗീയവാദികളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. സംഘടനയുടെ പേര് പറഞ്ഞു തന്നെ ഞങ്ങൾ പറഞ്ഞു. ഇവിടെ SDPI പാലക്കാട് ജില്ലയിൽ ഒരു നോട്ടീസ് ഇറക്കുകയാണ്. ഞാൻ ആ നോട്ടീസ് കാണിച്ചു തരാം. ആ നോട്ടീസിൽ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം. ആ നോട്ടീസ് വിതരണം ചെയ്യുന്നത് ആരാ? SDPI-ക്ക് ആളുകളില്ലാത്ത മേഖലയിൽ SDPI-യുടെ നോട്ടീസുമായി ഇതാ ഇന്നലെ കണ്ണാടിയിൽ, മാത്തൂര്, അവിടെയെല്ലാം ഈ നോട്ടീസ് വിതരണം ചെയ്യുന്നത് UDF ആണ്. കോൺഗ്രസിന്റെ പ്രവർത്തകർ വീട് കയറുമ്പോ SDPI-യുടെ നോട്ടീസ് കൊണ്ടുപോകുന്നു. നിങ്ങൾ മതനിരപേക്ഷത സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. കോൺഗ്രസ് മതനിരപേക്ഷമായി തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ നിങ്ങൾ ഈ പാലക്കാട്ട് MLA ആയിരുന്ന പിൻഗാമിയെ വാഴിച്ച നേതാവുണ്ടല്ലോ, ആ നേതാവിനെ കൊണ്ട് ഇന്ന് രാത്രി ഒരു സ്റ്റേറ്റ്മെന്റ് SDPI-യുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നിറക്കിക്കാൻ കോൺഗ്രസിന്. അതുപോലെ CPM ജില്ലാ നേതൃത്വം പറയണം PDP-യുടെ വോട്ട് വേണ്ട. ഞങ്ങൾ എത്രയോ തവണ പറഞ്ഞിട്ടില്ല, പരസ്യമായും PDP, ജമാഅത്തെ ഇസ്ലാമി എല്ലാം ആ ബാന്ധവം അവിടെ കിടക്കുക. നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയും RSS-ഉം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. രണ്ടു കൂട്ടരും ഒരേപോലെയാണ്. എന്താണോ RSS അതേ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന നിലപാടുണ്ട്. അവരോടും ഞങ്ങൾക്ക് അവരുടെയും വോട്ട് വേണ്ട, ഞങ്ങൾക്ക് SDPI-യുടെയും വോട്ട് വേണ്ട. പക്ഷേ ആ വോട്ടിന് വേണ്ടി ഇപ്പോ സന്ദീപ് വാര്യർ ഇവിടെ പോകുന്നതിന് മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശ്രീനിവാസനെ കൊന്ന SDPI-ക്കാർ പട്ടാമ്പിയിൽ നിന്നുള്ളവരായിരുന്നു. ആ കേസ് NIA ഏറ്റെടുത്തതാണ്. എന്നിട്ട് പോലും അവർക്ക് ജാമ്യം കിട്ടി. ആ കേസിൽ എങ്ങനെ എന്ന ആശങ്ക ഇതിനു മുമ്പ് പങ്കുവച്ചിട്ടുള്ള ആളായിരുന്നു സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ചില BJP-യുടെ നേതാക്കൾ. അപ്പോൾ കോൺഗ്രസും BJP-യും തമ്മിൽ ഇവിടെ നടന്നു വരുന്ന ഒരു അന്തർനാടകത്തിന്റെ ഒരു ഭാഗമാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ നാഗ്പൂർ ആസ്ഥാനത്ത് നിന്ന്. സാധാരണ ഈ ഡെപ്യൂട്ടേഷൻ പ്രോസസ് ഉണ്ട് സർക്കാരിൽ, അന്യത്ര സേവനം. അങ്ങനെ RSS-ന്റെ നിർദ്ദേശാനുസരണം അന്യത്ര സേവനത്തിന് ഡെപ്യൂട്ടേഷനിൽ BJP-യിൽ നിന്ന് മാറി കോൺഗ്രസിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. സോയക്ക് ഇപ്പൊ തിരിച്ചറിയില്ല, കുറച്ചു കാലത്തിനുള്ളിൽ തിരിച്ചറിയും. സോയ പറഞ്ഞു വെച്ചത് പൂർത്തിയാക്കാം. അല്ല, തീർച്ചയായും ഒരു വർഗീയ സംഘടനയുടെയും വോട്ട് വേണ്ട എന്നുള്ള നിലപാട് എല്ലാ കാലത്തും കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. കാരണം ഇവരുടെയൊക്കെ അസ്വസ്ഥത നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ രണ്ടു കൂട്ടരും ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞങ്ങൾ എല്ലാ ജനാധിപത്യപരമായി ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരന്റെ മാത്രം വോട്ട് കിട്ടിയിട്ടല്ലല്ലോ ഒരാൾ ജയിക്കുക ഒരിടത്തും.
ഇപ്പം BJP-യുടെ ഒരാൾ ഒരു സ്ഥലത്ത് ജയിക്കുന്നു, അത് BJP-കാരുടെ മാത്രം വോട്ട് കൊണ്ടല്ല. CPM-ന്റെ ഒരാൾ ജയിക്കുന്നു, അതൊരിക്കലും CPM-കാരുടെ വോട്ട് കൊണ്ട് മാത്രമല്ല. ഒരിടത്ത് നിൽക്കുമ്പോൾ ആ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ, ആ നിൽക്കുന്ന മുന്നണിയെ അംഗീകരിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ അത്തരത്തിൽ വോട്ട് ചെയ്യും. അതിൽ ആ നിൽക്കുന്ന പാർട്ടിക്കാർ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അല്ല ഇപ്പൊ സന്ദീപ് വാര്യരെയും കൊണ്ട് നേരെ പാണക്കാട്ടേക്ക് പോയി, തങ്ങളെ കാണാൻ വേണ്ടി പോയി. എന്തുകൊണ്ട് മറ്റേ ബിഷപ്പ് ഹൗസിലോട്ട് പോയില്ല? എന്തുകൊണ്ട് പിന്നെ നമ്മുടെ SNDP നേതാവിനെ അല്ലെങ്കിൽ സമുദായ സംഘടനകളുടെ നേതാക്കന്മാരുണ്ടല്ലോ നമ്മുടെ UDF-നെ സംബന്ധിച്ച് ഏറ്റവും പെരുന്നയിൽ പോവാം, എവിടെയും പോവാതെ നേരെ എന്താ അങ്ങോട്ടേക്ക് പോയത്? SNDP ഒന്നും കോൺഗ്രസിന്റെ ഘടകകക്ഷിയല്ല, അതൊന്നും കോൺഗ്രസിന്റെ ഘടകകക്ഷിയല്ല. ഘടകകക്ഷി നേതാവ് എന്ന നിലയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി മുസ്ലിം ലീഗ് ആണെന്ന് ഞങ്ങൾക്ക് അംഗീകരിക്കുന്നതുകൊണ്ട് പ്രയാസമില്ല. ഇവർക്കല്ലേ പ്രയാസം, ഞങ്ങളുടെ കൊടി കണ്ട ഇവർക്കല്ലേ പ്രയാസം. ഇവർക്ക് പ്രയാസം, അവർക്ക് പ്രയാസം, എല്ലാവർക്കും പ്രയാസം. ഞങ്ങൾക്ക് ആ പ്രയാസമില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കേരളത്തിൽ വയനാട്ടിൽ ഒരു പച്ചക്കൊടിയുടെ എന്തുകൊണ്ടാണ് പ്രിയങ്ക ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നല്ലോ? നിങ്ങൾ അത്ര പറയുന്ന കേമനായിരുന്നുവെങ്കിൽ എന്താ ഈ പാലക്കാട്ടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഈ വയനാട് നിന്ന് ആകെ 3.5 മണിക്കൂറേ ഉള്ളൂ നിലമ്പൂർ വഴി ഇങ്ങോട്ട്? അല്ല, ഒന്ന് വന്നുകൂടായിരുന്നോ? എന്താ വരാതിരുന്നതിന് കാരണം എന്താ? കോൺഗ്രസിന്റെ ഒരു ഉപതെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കണം. കോൺഗ്രസിന്റെ ഒരു ഉപതെരഞ്ഞെടുപ്പുകളിലും അത്തരത്തിലുള്ള ഏറ്റവും മുകൾ തട്ടിൽ നിൽക്കുന്ന നാഷണൽ ലീഡേഴ്സ് പങ്കെടുക്കാറില്ല. നിങ്ങൾ ചരിത്രം പരിശോധിച്ചോ? പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കുന്ന ആളായിരുന്നു തൊട്ടപ്പുറത്ത്. അല്ല, അങ്ങനെയാണ് KC വേണുഗോപാൽ എന്താ ഇന്നലെ വന്നത്? ആ വന്നതിന് പിന്നിൽ ഒരു അജണ്ട ഉണ്ടെന്നാ പറയുന്നത്. അല്ല, വന്നതിന് പിന്നിൽ ഒരു അജണ്ട ഉണ്ടെന്നാ പറഞ്ഞ്. കേരളത്തിൽ നിന്നുള്ള പിന്നെ ഓർഗനൈസേഷൻ ചാർജുള്ള സെക്രട്ടറി ആണെന്ന് കേരളത്തിൽ നിന്ന് MP ആയിരുന്ന ആളല്ലേ? കേരളത്തിൽ മത്സരിക്കാനല്ലേ പ്രിയങ്ക വന്നത്? നോക്കൂ, ഇതിന്റെ പ്രശ്നം ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് AICC-ക്കകത്ത് തർക്കമുണ്ട്. കാണാനുള്ള ഒരു അവസരം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്താൻ പ്രിയങ്ക ഗാന്ധി രാഹുലും വന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഈ സ്ഥാനാർത്ഥി AICC-യുടെ സ്ഥാനാർത്ഥി എന്ന് ശ്രീ സോയ ഇവിടെ പറഞ്ഞു. അതുകൊണ്ടാണ് അല്ല ഞാൻ പറഞ്ഞത് ആ സ്ഥാനാർത്ഥിത്വം ഒരു പിൻഗാമിയ വാഴിക്കലായിരുന്നു എന്ന് കോൺഗ്രസിന്റെ AICC നേതൃത്വത്തിനുള്ള ബോധ്യമുണ്ട്. കോൺഗ്രസിന്റെ ജില്ലയിലെയും സംസ്ഥാനത്തെയും പല മുതിർന്ന നേതാക്കൾക്കും ഇതിൽ താല്പര്യമില്ല. ഇത് പ്രതിപക്ഷ നേതാവും പാലക്കാട്ടെ പഴയ MLA ആയിരുന്ന ആളുകളും തമ്മിലുള്ള ഒരു കറക്ക് കമ്പനിയായിട്ടാണ് ഈ സ്ഥാനാർത്ഥിത്വം. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ വരാതിരുന്നത് എന്നാണ് പാലക്കാട്ടെ കോൺഗ്രസ് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, കോൺഗ്രസ്സുകാർ പറയുന്നതാണ്. KC വേണുഗോപാൽ ഒരു അജണ്ടയുമായിട്ടാണ് വന്നത്, പക്ഷേ അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. അതായത് സന്ദീപ് വാര്യരോടൊപ്പം ഈ കോർപ്പറേഷനിലെ ഒരു 3-4 കൗൺസിലർമാരെ മുനിസിപ്പാലിറ്റി 23-ാം തീയതി ഒന്ന് കഴിഞ്ഞോട്ടെ. ഇവിടുത്തെ പാലക്കാട് നഗരസഭയുടെ മുനിസിപ്പാലിറ്റി ഭരണം താഴെ കിടക്കും BJP കാര്യത്തിൽ യാതൊരു സംശയവും. നിങ്ങള് അക്കാര്യത്തിലൊന്നും നിങ്ങൾ ഈ അജണ്ട പാളിപ്പോന്നൊന്നും വ്യക്തമായ കൃത്യമായ ഓപ്പറേഷനാണ്. സന്ദീപ് വാര്യർ പോകുന്ന ശബ്ദം കുറവായതുകൊണ്ടാണ്. അതായത് അത് 23-ാം തീയതി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് സ്വപ്നം കാണാൻ കാച്ചു വേണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം യുദ്ധം വെട്ടാനുള്ള മാനസികാവസ്ഥയും സൗധവും ഇല്ല. അതുകൊണ്ടാണ് മറുപടി ഞാൻ പറഞ്ഞുതരാം. മെട്രോമാൻ ശ്രീധരൻ സാറുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ ബഹുമാനനായിട്ടുള്ള ശ്രീ AK ബാലൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് മറച്ചു കൊടുത്തു എന്നുള്ളത്. അത് കൃത്യമാണ്. നിങ്ങൾക്ക് വോട്ട് മറച്ചു കൊടുത്തു. അപ്പൊ നിങ്ങളൊപ്പം തന്നെ എന്തുണ്ടായി? ഈ 3 പഞ്ചായത്തുകളിൽ കൃത്യമായിട്ടുള്ള ന്യൂനപക്ഷ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞ കൃത്യമായ വർഗീയ സ്വഭാവം കാണിച്ച് നിങ്ങളുടെ കൈകാര്യം ചെയ്തു. ഈ മെട്രോമാൻ ശ്രീധരൻ സാർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പാലക്കാട് മെഡിക്കൽ കോളേജ് ഇങ്ങനെ കെടുക്കില്ലായിരുന്നു. വിക്ടോറിയ കോളേജ് വരുമായിരുന്നു. നിങ്ങളുടെ മോയിൻസ് സ്കൂളില് നിങ്ങളെ ഷാഫി പറമ്പിൽ ചതിച്ച് വഞ്ചിച്ച് പറ്റിച്ചു പോയ മോയിൻസ് സ്കൂൾ, ആ മോയിൻസ് സ്കൂളിൽ ഈ ഗതി വരില്ലായിരുന്നു.